ലോട്ടറി ടിക്കറ്റിനു വേണ്ടി അച്ഛനെ കൊന്ന കേസിൽ മകന് ജീവപര്യന്തം. പ്രതി വിനോദിന് ജീവപര്യന്തം ശിക്ഷയും 50,000 രൂപ പിഴയും വിധിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. സമ്മാനമടിച്ച ലോട്ടറി നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് വിനോദ് പിതാവ് ആന്റണിയെ കൊലപ്പെടുത്തിയത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, 2022 കേസ്, അതായത് 4 വർഷത്തിന് ശേഷം വിധി വരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ആ ശിക്ഷാവിധി പ്രകാരം അച്ഛന്റെ കൊലപാതകത്തിൽ മകന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. പിഴ എടുക്കാത്ത പക്ഷം അധികമായി 8 മാസം തടവിനും കോടതി ഉത്തരവിട്ടുണ്ട്. കുളം സ്വദേശിയായിട്ടുള്ള വിനോദിനെയാണ് അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2022 ഈ സംഭവം നടക്കുന്നത്. 2022 ആ സമയത്ത് ഈ ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തി വന്നിരുന്ന ആളായിരുന്നു ഈ വിനോദിന്റെ പിതാവ് ആന്റണി. ആന്റണിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടിക്കറ്റിന് സമ്മാനമടിച്ചു. ആ സമ്മാനമടിച്ച ടിക്കറ്റ് തനിക്ക് നൽകണമെന്നുള്ള ആവശ്യമാണ് മകൻ ഉയർത്തിയത്. അങ്ങനെ തരാൻ കഴിയില്ല എന്ന് പിതാവ് പറഞ്ഞതോടുകൂടിയാണ് ഈ വീട്ടിലേക്ക് പോകുന്ന ഒരു ഇടറോഡിൽ വെച്ച അടിച്ചും ഇടിച്ചും ഇരുമ്പ് പൈപ്പ് വെച്ച് തലക്കടിച്ചും ആന്റണിയെ വിനോദ് കൊലപ്പെടുത്തിയത്. നിരവധിയായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളാണ് അന്ന് ആന്റണിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വെളിപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇതിൽ വിനോദ് അറസ്റ്റിലാകുന്നതും. അതേ പിന്നീട് നടത്തിയ വിചാരണക്കൊടുവിൽ വിനോദ് കുറ്റക്കാരനാണ് എന്നുള്ളത് എല്ലാ തെളിവുകളോടും കൂടി തന്നെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് തലക്കേറ്റ ശക്തമായിട്ടുള്ള അടിയുടെ ഫലമായിട്ടാണ് ആന്റണിയുടെ മരണം സംഭവിക്കുന്നത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ സാധിച്ചു. മാത്രമല്ല ദൃക്സാക്ഷികളൊക്കെ തന്നെ വിനോദാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം പിന്നീട് കോടതിയിൽ പറയുകയും ചെയ്തു, സാക്ഷിമൊഴിയായി ചെയ്തു. തുടർന്നാണ് 16 സാക്ഷികൾ, 47 രേഖകൾ, 3 തൊണ്ടിമുതലുകൾ അടക്കം, അതായത് തലക്കടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പ് പൈപ്പ് അടക്കം പോലീസ് ഹാജരാക്കുകയായിരുന്നു. തുടർന്നാണ് വിനോദിനെ കുറ്റക്കാരനാക്കി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഇന്നിപ്പോൾ ശിക്ഷാവിധിയാണ് പ്രഖ്യാപിച്ചത്.